നമുക്ക് ഈ കേസിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ അടുത്താണ് RSSന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള സുബീഷ് എന്ന് പറയുന്ന ആളെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലാവുന്നത്. ആ പ്രവർത്തകൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു മൊഴിയുണ്ട്, മൊഴികളുണ്ട്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കാരായി രാജൻ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടേണ്ട ആളല്ല, അല്ലെങ്കിൽ CPM അല്ല ഫസലിനെ കൊന്നത് എന്ന നിലയിലുള്ള മൊഴികൾ വന്നു എന്നാണ് പോലീസ് ഉൾപ്പെടെ പറഞ്ഞ വസ്തുത. അത് വസ്തുത തന്നെയാണെങ്കിൽ ഇനിയുള്ള സംഭവിക്കാൻ ഇടയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ആരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്? അന്വേഷിക്കുന്ന CBI ആണോ അല്ലെങ്കിൽ സുപ്രീം കോടതിയാണോ? ഇത് തുടക്കത്തിൽ ഒരു കാര്യം കൂടി വ്യക്തത വരേണ്ടത്, അതായത് സുബീഷ് എന്ന ഫസൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളയാൾ മോഹനൻ വധക്കേസിൽ പിടിയിലായപ്പോഴാണ് വെളിപ്പെടുത്തൽ കുറ്റസമ്മതമൊഴി നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ ഒരു 2 വർഷം മുമ്പ് സുബീഷ് മറ്റു പലരോട് പറഞ്ഞ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ സുബീഷിനെ ഒരു കേസിൽ പിടിച്ചകത്താക്കിയപ്പോഴല്ല വിവരങ്ങൾ പുറത്തു വന്നത്. അത് പ്രഥമമായ വളരെ ആധികാരികമായ വിവരമായിട്ട് നിൽക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് തന്നെ സുബീഷ് പലരോടും പറഞ്ഞ വിവരങ്ങൾ നമ്മുടെ നാട്ടിൽ പരസ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ കേസിൽ തന്നെ പെട്ടിട്ടുള്ള ഷിനോജ് ജയിലിൽ സഹതടവുകാരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം ചില ആളുകൾ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ വെളിപ്പെടുത്തലിനും 2 വർഷം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, RSSൽ നിന്ന് വലിയ ഒരു വിഭാഗം പൊട്ടിത്തെറിച്ച് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും അന്ന് പുറത്തു വന്നതാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച NDFകാർ ചൂണ്ടിക്കാണിച്ചത്, CPIM പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു NDF തന്നെ പറഞ്ഞത് ഇത് RSS അല്ല, CPM അല്ല ഇത് ചെയ്തത് എന്ന്. ഒരു ആദ്യ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ അവരുടെ സ്റ്റേറ്റ്മെന്റ്, ജില്ലാ നേതാവിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത്? അത് ഭയങ്കര ഒരു ഗൂഢാലോചനയാണ് നടത്തിയിട്ടുള്ളത്. അതായത് നുണയെ ആവർത്തിച്ച് സത്യമാക്കി എടുക്കുക എന്നൊരു തന്ത്രം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നുണയെ ആവർത്തനം നടത്തി നുണകളുടെ പെരുമഴകൾ പെയ്യിപ്പിച്ചുകൊണ്ട് ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അന്നത്തെ പോലീസിനെ തന്നെ വഴിതെറ്റിക്കുന്നതിൽ ഈ നുണപ്രചാരണത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വിഷയം വെച്ച് ഈ കേസിൻ്റെ തുടർ നടപടികളെ സംബന്ധിച്ചു. അപ്പോൾ ആ കേസിൻ്റെ തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്രിമിനൽ കേസുകളുടെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ ഇത്തരമൊരു ജഡ്ജ്മെൻറ്റ് പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് ഒരു കേസിൻ്റെ വിചാരണ ഘട്ടത്തിലോ ആ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനിടയിലോ ഇത്തരം സത്യസന്ധമായ വെളിപ്പെടുത്തലുകൾ വന്നാൽ അത്തരം കേസുകളെ സംബന്ധിച്ച് പുനരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒട്ടേറെ വിധികൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മോഹനൻ വധക്കേസിൽ പിടിക്കപ്പെട്ട സുബീഷ് വെളിപ്പെടുത്തിയതാണ് കണ്ണവത്തെ പവിത്രൻ്റെ സംഭവത്തിൽ അയാൾക്ക് പങ്കുണ്ട് എന്നുള്ളത്. ആ സംഭവത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചും പുതിയ വിവരങ്ങൾ കിട്ടി. ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ അന്വേഷിച്ച ഏജൻസി എന്ത് ചെയ്തു? ആ കേസിലെ യഥാർത്ഥ പ്രതികളല്ലാത്ത ആളുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തു, പുതിയ പ്രതികളെ അതിനകത്ത് ഉൾപ്പെടുത്തി. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി, ശരിയായ നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി ഫസൽ കേസിലും നടക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വെളിപ്പെടുത്തൽ വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ പോലീസ് ചീഫ് DGPക്ക് കൊടുത്തിട്ടുണ്ട്. DGP ഈ തെളിവുകളും വിവരങ്ങളുമെല്ലാം അതിന്റെ ഹയർ ഏജൻസി എന്നുള്ള നിലയിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി CBIക്കും കൈമാറിയിട്ടുണ്ട്. മന്ത്രിസഭ തന്നെ, സർക്കാർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഹയർ ഏജൻസി എന്നുള്ള നിലയിൽ അവരാണ് വലിയ ഏജൻസി പ്രവർത്തനം നടത്തുന്നത്. കേരള പോലീസിനേക്കാളും മികവ് കാണിക്കേണ്ടവർ അവരാണ്. അപ്പോൾ ആ മികവിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ പ്രതികളെ വലയിലാക്കാൻ അവരുടെ പങ്ക്, അവരുടെ ആത്മാർത്ഥത അതിൽ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയാണ്. അതുമല്ലെങ്കിൽ ശരിയായ നീതി നിർവഹണം കൂടിയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും താങ്കളുടെ പാർട്ടിക്ക് നേരെ, അല്ലെങ്കിൽ താങ്കൾ ഓരോ ഈ വിഷയം പറയുമ്പോഴും എതിരെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന ഘട്ടത്തിലും
മറ്റ് അന്വേഷണ സംവിധാനങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും എല്ലാം ഈ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു എന്ന് താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും അറിയാം. പക്ഷെ അത് ആ വേണ്ട വിധത്തിൽ അത് പ്രതിഫലിപ്പിക്കാനായില്ല. അന്വേഷണം എത്രയെല്ലാം തരത്തിൽ അന്വേഷണം നടന്നോ അതിലെല്ലാം ഇത് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്? അതൊരു പരാജയം തന്നെയെന്ന് പറയുന്നതിനോട് യോജിപ്പുണ്ടോ? പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസിന്റെ പരാജയം, അന്നത്തെ അന്വേഷിച്ച കേരള പോലീസിന്റെ പരാജയമായിട്ട് വീഴ്ചയാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ കാണേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി എന്നാണ് CBIയെ കുറിച്ച് അറിയുന്നത്. കേരള പോലീസ് അതിന് താഴെയാണ്. കേരള പോലീസിനൊരു പിഴവ് പറ്റിയാൽ, കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയാൽ, അതിൻ്റെ ഒരു ഉയർന്ന ഏജൻസി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഏജൻസി എന്ന് പറയുന്ന ഒരു സംവിധാനം ആ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്. ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ പല അന്വേഷണങ്ങളും പല ആളുകളും CBI അന്വേഷണം വേണം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ജനങ്ങൾ അങ്ങനെയാണ് ധരിക്കുന്നത്. ആ വിശ്വാസത്തോടൊപ്പം നിൽക്കാനാണല്ലോ CBIക്കും സാധിക്കേണ്ടത്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ചെരുപ്പിനൊത്ത് കാല് മുറിക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ പ്രതിയാക്കി എന്നുള്ളതാണ്. അന്നേ ഈ കാര്യങ്ങളൊക്കെ കുറ്റപത്രത്തിൽ പറയുമ്പോൾ മറ്റൊരു കേസിലും പോലീസിനെ ആ തരത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ധ്വനി വരുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു സംഭവം എടുക്കട്ടെ, ആ സംഭവം അങ്ങനെ X or Y ഏത് സംഭവം അന്വേഷിച്ചാലും കേരള പോലീസിനെ ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല, അങ്ങനെ ഹയർ ഏജൻസിക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ധ്വനി അഭിപ്രായത്തോടെ ഞാൻ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതേ അടിസ്ഥാനത്ത് കേരള പോലീസ് ഏറ്റവും കഴിവുറ്റ പോലീസ് തന്നെയാണ് കേരള പോലീസ്. എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിക്കാൻ മിടുക്കന്മാരായ കഴിവുറ്റ സംവിധാനമുള്ള, അതിൻ്റെ നെറ്റ്വർക്കുള്ള, അതിന് വിപുലമായ സംവിധാനമുള്ള ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ള സംവിധാനമാണ് കേരള പോലീസ്. അങ്ങനെ കേരള പോലീസ് ഒരുപാട് ആയിരക്കണക്കിന് കേസുകൾ നല്ല നിലയിൽ അന്വേഷിച്ചിട്ടുണ്ട്. പലതും പിടിക്കപ്പെട്ടിട്ടുണ്ട്, പലതും സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഇതുപോലുള്ള ഒരു കേസിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അങ്ങനെ വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ എന്തായിരുന്നു പാർട്ടിക്ക് ഇടപെടാൻ, ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് നിങ്ങൾ തെറ്റിലൂടെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താമായിരുന്നില്ലേ? ഇപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതായത് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എന്ത് തരം അന്വേഷണം നടത്തുമ്പോഴും ഞങ്ങൾ തുടക്കം തൊട്ടേ പറഞ്ഞു വന്നിട്ടുണ്ട്, ഈ CPIMന്റെ അനുഭാവികളും പ്രവർത്തകരും CPIM കുടുംബങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ പ്രതികളാക്കി ചേർത്തപ്പോൾ ഇത് ശരിയായ അന്വേഷണമല്ല, ഇത് വഴിതെറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ CPIMന്റെ നിലപാട് പല സന്ദർഭങ്ങളിലും പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ